ക്രിസ്തുവിൽ പ്രിയരെ, ഇന്ന് തിരുസഭ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. വിശുദ്ധ ഫൗസ്തീനയ്ക്ക് ലഭിച്ച ദർശനങ്ങളാണ് ദൈവകരുണയുടെ തിരുനാളിന് അടിസ്ഥാനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6:36 നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിനെന്ന തിരുവചനവും ദൈവകരുണയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുവാൻ പ്രചോദനം നൽകുന്നു. ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. ഉദ്ധിതനായ ക്രിസ്തു ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്നതും വിശുദ്ധ തോമസ് അപ്പോസ്തലൻ്റെ വിശ്വാസ പ്രഖ്യാപനവുമാണ്. ഉദ്ധിതനായ ക്രിസ്തു ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ട് അവർക്ക് പരിശുദ്ധാത്മാവിന് നൽകുന്നതും പ്രേക്ഷിത ദൗത്യം ഏൽപ്പിച്ചു കൊടുക്കുന്നതുമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. തുടർന്ന് വിശുദ്ധ തോമസ് അപ്പോസ്തലന് പ്രത്യക്ഷപ്പെടുന്നതും വിശുദ്ധ തോമസ് തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നതുമാണ് വിവരിച്ചിരിക്കുന്നത്. ഉദ്ധിതൻ ശിഷ്യരിലേക്ക് നിശ്വസിക്കുന്നതും പരിശുദ്ധാത്മാവിന് നൽകുന്നതും പാപം മോചിക്കാനും ബന്ധിക്കാനുമുള്ള അധികാരം നൽകുന്നതും വിശുദ്ധ യോഹന്നാൻ്റെ വിവരണത്തിൻ്റെ പ്രത്യേകതയാണ്. പാപം മോചിക്കുക എന്നത് ക്രിസ്തീയ പ്രേക്ഷിതത്വത്തിൻ്റെ സുപ്രധാന ഭാഗവുമാണ്, കരുണയുടെ ആഘോഷവുമാണ്. തുടർന്ന് ഉദ്ധിതനായ ക്രിസ്തു വിശുദ്ധ തോമസ് അപ്പോസ്തലന് പ്രത്യക്ഷപ്പെടുന്ന തിരുവചന ഭാഗമാണ് നാം ശ്രവിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 4 പ്രാവശ്യം വിശുദ്ധ തോമസ് അപ്പോസ്തലനെ പ്രതിപാദിക്കുന്നുണ്ട്. ഇവയിൽ 3 പ്രാവശ്യവും ദിദീമോസ് അഥവാ ഇരട്ട എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദിദീമോസ് എന്നത് ഗ്രീക്ക് പദമാണ്, അർത്ഥമാക്കുന്നത് ഇരട്ട എന്നാണ്. തോമ എന്നത് അറമായ പദമാണ്, അതിൻ്റെ അർത്ഥം ഇരട്ട എന്നാണ്. യേശുവുമായുള്ള രൂപത സാദൃശ്യമാകാം ദിദീമോസിൻ എന്ന പേരിന് അടിസ്ഥാനം. വിശുദ്ധ തോമസ് അപ്പോസ്തലൻ്റെ ഉദ്ധിതനായ ക്രിസ്തുവിലുള്ള വിശ്വാസ പ്രഖ്യാപനത്തിന് 4 പ്രത്യേകതകളുള്ളതായി കാണാൻ കഴിയും. ഒന്നാമതായി, വിശ്വാസം സാക്ഷ്യത്തിലൂടെയാണ് ലഭിക്കുന്നത്. രണ്ടാമതായി, വിശ്വാസത്തിന് യുക്തിയുടെ പിൻബലമുണ്ട്. മൂന്നാമതായി, വിശ്വാസം യേശുവിനെ കർത്താവും ദൈവവുമായി ഏറ്റുപറയുന്നതാണ്. നാലാമതായി, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. വിശ്വാസം ദൈവത്തിൻ്റെ ദാനവും ദൈവകാരുണ്യവുമായിരിക്കെ വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടുന്നത് സാക്ഷ്യത്തിലൂടെയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10:14 ചോദിക്കുന്നത് പോലെ, ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെയാണ് വിശ്വസിക്കുക? ഉത്ഥാന വിവരണങ്ങൾ ഈ സാക്ഷ്യത്തിന് പ്രാധാന്യം നൽകുന്നു. ഈ സാക്ഷ്യങ്ങളെ ക്രിസ്തു സാധൂകരിക്കുമ്പോൾ വിശ്വാസം ജനിക്കുന്നതായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമതായി, യോഹന്നാൻ്റെ സുവിശേഷം 20:1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ കല്ലറയിൽ കർത്താവിൻ്റെ ശരീരം കണ്ടില്ല എന്ന മഗ്ദലന മറിയത്തിൻ്റെ സാക്ഷ്യത്തിൽ സംശയിച്ച ശിഷ്യന്മാർ ശൂന്യമായ കല്ലറ നേരിട്ട് പരിശോധിച്ച് ഉദ്ധിതനായ ക്രിസ്തുവിൽ വിശ്വസിച്ചു. രണ്ടാമതായി, യോഹന്നാൻ 20:11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ ഉത്ഥാന വാർത്ത സംശയിച്ച മഗ്ദലന മറിയത്തെ തൻ്റെ പ്രത്യക്ഷീകരണത്തിലൂടെയും മറിയം എന്ന പേര് വിളിക്കുന്നതിലൂടെയും വിശ്വാസത്തിൽ ഉറപ്പിച്ചു. മൂന്നാമതായി, യോഹന്നാൻ 20:19 മുതൽ 23 വരെ മഗ്ദലന മറിയത്തിൻ്റെ സാക്ഷ്യത്തെ സംശയിച്ച ശിഷ്യഗണത്തെ ക്രിസ്തു പ്രത്യക്ഷീകരണത്തിലൂടെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു. നാലാമതായി, യോഹന്നാൻ 20, 25, 28 ഉദ്ധിതനെ ദർശിച്ച ശിഷ്യന്മാരുടെ സാക്ഷ്യത്തെ സംശയിച്ച തോമസ് അപ്പോസ്തലനെ ക്രിസ്തു തന്നെ തൻ്റെ പ്രത്യക്ഷീകരണത്തിലൂടെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു. അഞ്ചാമതായി, യോഹന്നാൻ 20, 29 കാണാതെ വിശ്വസിക്കുന്നവരെ അനുഗ്രഹിച്ചുകൊണ്ട് ക്രിസ്തു സാക്ഷ്യത്തിൻ്റെ സാധൂകരണം തുടർന്ന് നൽകുന്നത് തൻ്റെ തുടർച്ചയായ സഭയിലൂടെയാണെന്ന സത്യം സുവിശേഷകൻ ഇവിടെ അവതരിപ്പിക്കുന്നു. സാക്ഷ്യമെന്നത് കേവലം പ്രസംഗമല്ല, അത് വ്യക്തിപരമായ അനുഭവം നൽകുന്ന ബോധ്യമാണ്. ഞങ്ങൾ അവിടുത്തെ ശൂന്യമായ കല്ലറ കണ്ടു, ഞങ്ങൾ കർത്താവിനെ കണ്ടു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നീ സാക്ഷ്യങ്ങൾ വ്യക്തിപരമായ അനുഭവം പങ്കുവയ്ക്കുന്ന രീതികളാണ്. വിശുദ്ധ തോമസ് അപ്പോസ്തലൻ്റെ വിശ്വാസത്തിൻ്റെ യുക്തിപരത എന്നത് സത്യത്തോട് തുറവിയുള്ളതായിരുന്നു. ഉദ്ധിതന് ആണിപ്പഴുതുകളേറ്റ കരങ്ങളോട് കാണാനുള്ള ആഗ്രഹമായിരുന്നു
തോമസ് അപ്പോസ്തലൻ്റെ യുക്തിപരതയുടെ പിന്നിലുള്ളത്. നമ്മുടെ ബുദ്ധിയും യുക്തിയും ദൈവ അനുഭവത്തിലേക്കും ദൈവത്തെ കാണാനുള്ള ആഗ്രഹത്തിലേക്കും ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്നതിലേക്കും നയിക്കണം. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവ് എന്ന വിശുദ്ധ തോമസ് അപ്പോസ്തലൻ്റെ വിശ്വാസ പ്രഖ്യാപനം പഴയ നിയമത്തിൽ ഏക സത്യദൈവത്തെ വിശേഷിപ്പിക്കുന്ന യാഹ്വേ എലോഹിം, കർത്താവും ദൈവവും എന്ന വിശേഷണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവാണ് യഥാർത്ഥ ദൈവമെന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്നു. റോമൻ ചക്രവർത്തിമാർ തങ്ങളെ തന്നെ കർത്താവും ദൈവവുമായി ആരാധിക്കണമെന്ന രാജ ആരാധനയ്ക്ക് വ്യത്യസ്തമായി ക്രിസ്തുവാണ് യഥാർത്ഥ കർത്താവും ദൈവവുമെന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്നു. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നത് സഭയുടെ വിശ്വാസ പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്നു. അപ്പോസ്തലിക സഭ ക്രിസ്തുവിനെ കാണുകയും കേൾക്കുകയും അങ്ങനെ വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ അപ്പോസ്തലിക കാലത്തെ ആധാരമാക്കി രൂപപ്പെട്ട സമൂഹമാണ് സഭ. അത് കാണാതെ വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയാണ്. സഭയുടെ പാരമ്പര്യത്തോട് ചേർന്ന് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് യേശു ഇവിടെ ഉദ്ഘോഷിക്കുന്നു. ദൈവകരുണയുടെ ഈ തിരുനാൾ ദിനത്തിൽ ദൈവകരുണയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവകരുണയുടെ മുഖമായ യേശു ക്രിസ്തുവിലൂടെ കരുണയുടെ മക്കളായി ജീവിക്കുവാനുള്ള കൃപാവരത്തിനായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.